ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മുമ്പിട്ടുന്ന എക്സാം ഡേയ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ സ്റ്റഡി പ്ലാനർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡി പ്ലാനർ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ മുമ്പിട്ടുന്ന ഒരു ഗിഫ്റ്റ് അൺബോക്സിങ്ങിൻ്റെയും എക്സാം ഡേയ്സിൻ്റെയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്കപ്പോൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ പിക്സൽ മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ബോക്സൊക്കെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ ഡേറ്റ് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഡേറ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഡേറ്റൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ബാക്കി ഡേറ്റ് എഴുതാൻ സ്പേസ് വന്നില്ല. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് ചെറിയ ബോക്സ് കൂടെ വരച്ചു കൊടുത്തു. ശേഷം അവിടെ ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെയൊക്കെ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതേ കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോക്സുകളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഹാബിറ്റ് ട്രാക്കർ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇനി ഇതിൻ്റെ നേരെ ഒരുപാട് ബോക്സൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഹോംവർക്ക്, വേക്കപ്പ് ഇൻ എയർലി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ ഒരു കുഞ്ഞു ബോക്സും കൂടെ വരച്ച് കളർ കൊടുക്കും. അപ്പോൾ ആ കളറിൽ, അതായത് ഏത് കളറാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1-ാം തീയതി ഞാൻ ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ എന്താണ്, ഹോംവർക്കിൻ്റെ നേരെ ഒരു കളർ കൊടുത്തേക്കുമല്ലോ. ആ കളർ നമുക്ക് അടിക്കേണ്ട ബോക്സ് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ വിടുക. അപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്തെങ്കിൽ എന്താണ്, ആ ഭാഗത്ത് നമുക്ക് കളർ അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുളിച്ചോ, രാവിലെ നേരത്തെ എണീറ്റോ, നേരത്തെ കിടന്നുറങ്ങിയോ, നേരത്തെ ഹോംവർക്ക് ചെയ്തോ, പഠിച്ചോ എന്നൊക്കെ ഉള്ളത് ഹാബിറ്റ് ട്രാക്കറിൽ നമ്മൾ കളർ അടിച്ച് വയ്ക്കും. അടുത്തതായിട്ട് ഞാനിവിടെ മൂഡ് ട്രാക്കറാണ് കൊടുക്കുന്നത്. അതിന് മുമ്പ് ഞാനാണെങ്കിൽ ഈ ഹോംവർക്കിൻ്റെയും എയർലിയും അതൊന്നും ബോക്സിൽ കളർ എടുത്തില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ബോക്സ് കൊടുക്കുക, ശേഷം അതിൽ എഴുതുക. ബോക്സ് കൊടുക്കുക, ശേഷം അതിൽ എഴുതുക. എന്നിട്ട് ആ ബോക്സിലേക്ക് കളർ കൊടുക്കാനുണ്ട് നമുക്ക്. ഓക്കെ, അടുത്ത് മൂഡ് ട്രാക്കർ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൽ കുറേ ഷേപ്പോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുമ്പോൾ എന്നിട്ട് അതിൽ ഡേറ്റും നമ്മൾ എഴുതുന്നുണ്ട്. ഡേറ്റ് എഴുതുമ്പോൾ ആ ഡേറ്റിൻ്റെ അന്ന് നമ്മൾ താഴെ കുറച്ച് മൂഡ് എഴുതും. ആംഗ്രി, ഹാപ്പി, സാഡ്, നോർമൽ, ആൾ മിക്സഡ്. ഞാനിതിൽ ആൾ മിക്സഡ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ. അപ്പോൾ ഇതിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്ന ബോക്സിൽ നമ്മുടെ മൂഡ് നോർമലായിരുന്നോ, സാഡായിരുന്നോ, ഹാപ്പി ആയിരുന്നോ, ആംഗ്രി ആയിരുന്നോ, ആൾ മിക്സഡ് ആയിരുന്നോ, നോർമലായിരുന്നോ, അതിൽ എങ്ങനത്തെ മൂഡായിരുന്നു നമുക്കെങ്കിൽ, ടയേർഡാണോ, ലേസി ആണോ, അങ്ങനെ ആക്റ്റീവാണോ, അട്രാക്റ്റഡ് ആണോ, അങ്ങനെ എന്ത് മൂഡാണ് നമുക്ക് അന്നത്തെ ദിവസം തോന്നുന്നത്, ആ മൂഡിൻ്റെ നേരെ കൊടുത്തിരിക്കുന്ന കളറ് ഈ നമ്മൾ ഇപ്പോൾ 2-ാം തീയതി എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദേഷ്യത്തിൻ്റെ അടുത്ത് ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് ആ കളറ് ഞാൻ 2-ാം തീയതിക്ക് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് മൂഡ് ട്രാക്കർ ചെയ്യേണ്ടത്. അടുത്ത പേജിൽ ഞാൻ റൊട്ടൈമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റൊട്ടൈം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ ഇപ്പോൾ സ്റ്റഡി, ഹോംവർക്ക്, സ്കൂൾ ഡേ എക്സെട്ര എന്ന് കൊടുക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ബോക്സിൽ ഹോളിഡേയ്സ് എന്നും കൊടുക്കുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ടൈമാണ്. ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നമുക്ക് കുറച്ച് ടൈം താഴെ എഴുതുക. ആ ടൈമിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കാനായിട്ട് ചെയ്യാം. അടുത്ത പേജിൽ ഞാൻ ടൈം ടേബിളാണ് എഴുതുന്നത്. ഇതിൽ നിങ്ങളുടെ സ്കൂൾ ടൈം ടേബിൾ എഴുതാം. അപ്പോൾ നമുക്ക് എനിക്ക്
മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയാണ് എനിക്ക് ഇജാസിനും സ്കൂളുള്ളത്. ചില സ്കൂളുകൾക്ക് ശനിയാഴ്ച വരെയും കാണും. നമുക്ക് ശനിയാഴ്ച അല്ല വർക്കിംഗ് ഡേ വെക്കുന്ന ദിവസം മാത്രമേ ഏതെങ്കിലും ദിവസത്തെ ടൈം ടേബിൾ കൊണ്ടുപോകാൻ ടീച്ചർ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പെൻസിലിട്ട് ടൈം ടേബിൾ എഴുതിയാൽ മതി. ചിലപ്പോൾ ടൈം ടേബിളൊക്കെ മാറ്റം വരാം. ഓക്കെ, അടുത്തതായിട്ട് ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം. ഇതിൽ പക്ഷേ ഞാൻ കലണ്ടർ വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കലണ്ടർ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വലിയ ബോക്സും ചെറിയ ബോക്സും അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കാണുന്ന ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട്സാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ദിവസം നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഇതിലായിട്ട് ഞാൻ ഗോൾസാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണോ, അതായത് ഈ ദിവസം എന്ത് ലക്ഷ്യമാണോ അത് എഴുതാം. പിന്നെ ഇവൻറ്റ്സ് ഉണ്ട്, ഡേയ്സും ഉണ്ട്. എന്തെങ്കിലും ഡേയ്സ് ആ മന്ത് ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓക്കെ, അടുത്ത ഇതിലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പ്ലാനർ എഴുതാനായിട്ടാണ് അടുത്ത പേജിൽ എടുക്കുന്നത്. അപ്പോൾ പ്ലാനർ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് മന്തിൽ അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു എക്സാം ഡേയ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഫെബ്രുവരിയിലതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫെബ്രുവരി 2024 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2025 ആണ്. പിന്നെ ഇത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് എഴുതുന്നുണ്ട്. നമ്മുടെ 7 വീക്കും ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യാനായിട്ടാണ്. നമുക്കപ്പോൾ സ്റ്റഡി പ്ലാനർ വളരെ നല്ലതാണ്. അതായത് ഇപ്പോൾ ഹാബിറ്റ് ട്രാക്കറിൽ തന്നെ ചിലപ്പോൾ പഠിക്കാൻ മടിയുള്ള കുട്ടികളാണ്, ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള കുട്ടികളായിരിക്കും, രാവിലെ എണീക്കാൻ മടിയായിരിക്കും, നേരത്തെ ഉറങ്ങാൻ മടിയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ആ ഒരു ബോക്സിൽ കളർ ഫില്ല് ചെയ്ത് നിറയ്ക്കണം എന്ന് ഒരു വാശി തോന്നും. അതുകൊണ്ട് അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇനി ഓരോരോ കളേഴ്സായിട്ട് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബോക്സിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഓരോ ഭാഗത്തും ഓരോ കളറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ മൂഡ് ട്രാക്കറിൻ്റെ ഭാഗത്തോട്ടാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്: ഹാപ്പി, സാഡ്, ആൾ മിക്സഡ്, നോർമൽ, ആക്റ്റീവ്, ലേസി, ടയേർഡ്, ആക്റ്റീവ്, അങ്ങനെ ഒരുപാട് കാര്യം ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരെയുള്ള സർക്കിളൊക്കെ ഓരോരോ കളറ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഞാൻ റൊട്ടൈമിൻ്റെ ഭാഗത്ത് കളർ എടുക്കുകയാണ്. റൊട്ടൈമിൻ്റെ ഭാഗത്ത് ഈ ഒരു ഇത് മാത്രമേ കളർ ചെയ്യാൻ ഉള്ളായിരുന്നു. അടുത്ത് ടൈം ടേബിളിൻ്റെ ഭാഗത്ത് കളർ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ മൺഡേ കളർ കൊടുത്തു. ശേഷം ഞാൻ ട്യൂസ്ഡേ കളർ കൊടുത്തു. അങ്ങനെ ഇനി വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒക്കെ കളർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ടൈം ടേബിൾ എഴുതുമ്പോൾ പെൻസിൽ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ടൈം ടേബിൾ മാറ്റം വരും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് റെയിൻബോ പോലെയാണ് കളർ കൊടുക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ വയലറ്റ് കൊടുത്തു. ശേഷം ലാസ്റ്റായിട്ട് ഞാൻ പിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.